ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ സ്വരമാ ചിറകിൽ അലസം നിങ്ങളൻ മനസ്സിൻ്റെ ഉപവനത്തിൽ പറന്നുവാ ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ സ്വരമാം ചിറകിൽ അലസം നിങ്ങളൻ മനസ്സിൻ്റെ ഉപവനത്തിൽ പറന്നുവാ ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ. ഇന്ന് എന്നോടൊപ്പം മത്സരിക്കാൻ വരുന്ന മത്സരാർത്ഥി ഒരു വലിയ അഭിനേത്രിയാണ്. സിനിമയിലുണ്ട്, സീരിയലിലുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാരണം അത്രയ്ക്ക് ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ്. അപ്പം ഞാൻ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ബഹുമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു തുളസി. ചേട്ടാ, ഞാൻ തുളസി എന്ന് പറഞ്ഞൊന്ന് പറ്റിച്ചേട്ടു. ഇപ്പം ചേട്ടൻ അവർ ആവേശപൂർവ്വം ഏത് തുളസിയാണ് എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൊല്ലം തുളസിയാണോ എന്ന് അവർക്കൊരു ചിന്ത പോയി. എന്ത് പറയുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞ തെറ്റുണ്ടോ? പേര് വെച്ച് പറയുകയാണെങ്കിൽ ശരിയാണ്. പക്ഷെ ഞാൻ ശ്രീമാൻ തുളസിയാണ്. ശ്രീമാൻ തുളസീധരൻ നായർ എന്ന കൊല്ലം തുളസി അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ പറയാം. അല്ലാതെ ഏതോ ഒരു സ്റ്റേജിൽ ഒരു അവാർഡിനായിട്ട് ഇതിനകത്ത് തന്നെ അവാർഡിന് വിളിക്കാൻ നേരത്ത് ഇൻസ്പെക്ടർ ബെല്ല എന്നുള്ള സിനിമയ്ക്കകത്ത് വിളിക്കാൻ നേരത്ത് അടുത്തതായിട്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ സിനിമയിലെ നമ്മുടെ സജീവ സാന്നിധ്യമായ ശ്രീമതി കൊല്ലം തുളസിയെ വിളിച്ചിരിക്കുന്നു. മമ്മൂട്ടി ആദ്യം ഞെട്ടി, പിന്നെ ഞാൻ ഞെട്ടി. അങ്ങനെ ഒരു ചരിത്രം. തുളസി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഇരുന്ന് പങ്കുവയ്ക്കാം. നമസ്കാരം ചേട്ടാ. കാരണം ഇപ്പം നമ്മളിപ്പം ഇവിടെ നിന്ന് സംസാരിച്ച തന്നെ ആദ്യത്തെ ഒരു പോയിന്റാണ്. കാരണം ഈ തുളസി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ പറയാം. എന്തായാലും ഈ പറയാം നേടാം എന്ന് പറഞ്ഞ ഈ ബിഗ് ഗെയിം ഷോ ചേട്ടൻ കണ്ടു കാണും, വല്ലപ്പോഴും കണ്ടു കാണും, കാണാറുണ്ട്. അപ്പം ഇതിനകത്ത് 3 സെഗ്മെൻ്റാണ്. കേറി വാടാ മക്കളെ, സവാരി ഗിരിഗിരി, രാജമാണിക്യം. 10 ചോദ്യമാണ്. 10 ചോദ്യത്തിനും ചേട്ടന് ഉത്തരം നൽകാൻ ജഗദീശ്വരൻ ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. തീർച്ചയായും. ആദ്യത്തെ സെഗ്മെന്റ് കേറി വാടാ മക്കളെയാണ്. കേറി വാടാ മക്കളെ. 5 ചോദ്യങ്ങളാണ് കേറിവാടാ മക്കളെ. അല്ല, കേറിവാടാ മക്കളെ എന്നുള്ള വേറൊരു ശൈലി കൂടെ ചോദിച്ചാൽ അതെങ്ങനെ വേണേ ചോദിക്കാം. ശ്രീകുട്ടന്റെ വായിന്ന് തന്നെ കേട്ടാൽ കേറിവാടാ മക്കളെ, കേറിവാടാ മക്കളെ, കേറിവാ കേറിവാ കേറിവാടാ മക്കളെ. മതിയോ? അങ്ങനെ ആകാം. എന്താ അറിയോ, ശ്രീകുട്ടൻ അവതരിപ്പിക്കുന്ന പരിപാടിയാകുമ്പോൾ ഞങ്ങൾക്ക് അതിന് സംഗീതം പ്രതീക്ഷിക്കുന്നുണ്ട്. ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം അങ്ങനെ സംഗീതമായി. ഞാൻ ഇനിയിപ്പോ എല്ലാ ചോദ്യങ്ങളും സംഗീതത്തിലൂടെ അതാ നല്ലത്. നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ചേട്ടനൊരു ക്ലൂ തരാം. ഇന്നത്തെ ചോദ്യങ്ങൾ മുഴുവൻ സ്ഫടികം എന്ന സിനിമയിൽ നിന്നാണ്. നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട മോഹൻലാൽ തകർത്തഭിനയിച്ച സ്ഫടികം. ഞാൻ അഭിനയിക്കാത്ത പടമാണ്. സാരമില്ല, മോഹൻലാലുമായിട്ട് ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഞാൻ ഇല്ലാത്തൊരു കുറവുണ്ട്. പക്ഷെ എങ്കിലും പടം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഏറ്റവും വലിയ അല്ല, സ്ഫടികം കഴിഞ്ഞ് തിയേറ്ററിൽ ആളിറങ്ങിയപ്പോഴത്തേക്ക് ഇതുപോലെ പലരും ചെന്ന് ചോദിക്കില്ല എങ്ങനെയുണ്ട് പടം. കൊല്ലം തുളസി ഇല്ലാത്ത കൊല്ലം തുളസി അവിടെ പോയി, അതുകൊണ്ട് അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായി, അറിഞ്ഞില്ല. ഞാൻ അറിയാത്ത. ഏതായാലും അക്കാലത്തെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ഒരു പടമാണ്. മാത്രമല്ല ഏറ്റവും വലിയ ക്ലൈമാക്സ് സാധാരണ പടങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് ഒരു മനോഹരമായ ഒരു എൻഡിങ് ഉള്ള ഒരു പടമാണ് സ്ഫടികം. ഓക്കെ, അപ്പം ആദ്യത്തെ ചോദ്യം ഇതാ, ശ്രദ്ധിക്കൂ. സ്ഫടികമെന്ന സിനിമയിൽ കാണിക്കുന്ന ട്യൂട്ടോറിയൽ ഇതിൽ ഏതാണ്? എ പ്രതിഭ ട്യൂട്ടോറിയൽ, ബി സ്വപ്ന ട്യൂട്ടോറിയൽ, സി സംഗീത ട്യൂട്ടോറിയൽ. അതെനിക്കറിയാൻ കുട്ടാ. എന്നാൽ എടുത്തിട്ട് കൂട്ടിക്കോ കുട്ടാ. കൂട്ടുന്നതിന് മുമ്പ് ഞാൻ
പ്രതിഭയെന്നൊന്നു പറഞ്ഞോട്ടെ എൻ്റെ പൊന്നുകൂട്ട. ഈ പ്രതിഭ ട്യൂട്ടോറിയലിനെ ഞാൻ എടുത്തിട്ട് പൂട്ടി. കൂട്ട് അവിടെ കിടക്കട്ടെ. അവിടെ കിടക്കട്ടെ. പിന്നെ എന്തൊക്കെയാണ് പുതിയ സംരംഭങ്ങൾ? പുതിയ സംരംഭം കൊറോണ നമ്മളെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഭൂലോകം ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ കൂട്ടത്തിൽ ഞാനും പെടും. സാമ്പത്തികമായിട്ടും സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാവർക്കും പോലെ തന്നെ എനിക്കും പെട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാലം ഞാനൊരു നോവൽ എഴുതി. ഞാൻ 10-15 ബുക്ക് എഴുതിയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടൊരു നോവൽ എഴുതി. ആ നോവലിൻ്റെ പ്രസിദ്ധീകരണ സമയമാണ് ഗ്രീൻ ബുക്ക് ഹൗസ് തിരുവനന്തപുരമാണ് ചെയ്യുന്നത്. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ എല്ലാവരെയും എന്തുവാ ഒരു 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 ഗുരുതുല്യനെന്നോ അല്ലെങ്കിൽ എല്ലാവരെയും ദൗർബല്യമായ മോഹൻലാലാണ് അതിൻ്റെ അവതാരി എഴുതിയിരിക്കുന്നത്. ജാനു പുരാണം എന്നാണ് ആ നോവലിൻ്റെ. അതാണ് എൻ്റെ കൊറോണ കാലത്തെ വിശേഷം. അപ്പോൾ നന്നായി വരട്ടെ. ആ പുസ്തകം ലോകം മുഴുവൻ സഞ്ചരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന നന്നാകട്ടെ. അപ്പം പ്രതിഭ ട്യൂട്ടോറിയലാണ് ഞാൻ പാട്ടിലൂടെ എടുത്തിട്ട് പൂട്ടിയത്. പ്രതിഭ എന്ന് പറയാനൊരു കാരണമുണ്ട്. ഞാൻ എൻ്റെ നാട്ടിലെ പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. അപ്പോൾ ആ ക്ലബ്ബിൽ കൂടാണ് ഞാൻ കലാപരമായിട്ട് വളർക്കാനുള്ള എൻ്റെ ഈറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ പടം ഞാൻ കാണുമ്പോൾ ആ പ്രതിഭ ട്യൂട്ടോറിയൽ കാണുമ്പോഴെല്ലാം പ്രതിഭയെ ഞാൻ ഓർക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ഒരു MLA അങ്ങനെ ഒരു പേരുണ്ട്, അറിയാം, MLA പ്രതിഭ, ഹരിപ്പാട് MLA ആണെന്ന്. അപ്പോൾ അതെല്ലാം കൊണ്ട് പ്രതിഭ എൻ്റെ മനസ്സിൽ അങ്ങനെ കിടപ്പുണ്ട്. ട്യൂട്ടോറിയൽ പറയാണ്, പ്രതിഭയും പറയാണ്, കൺഗ്രാറ്റുലേഷൻസ്, കറക്റ്റ് ആൻസർ, യു ആർ അവാർഡഡ് 2000 rupees. അത് അക്കൗണ്ടിൽ ഇപ്പൊ തന്നെ എത്തിയിട്ടുണ്ട്. അതാണല്ലോ അതിന്റെ ഒരു ഇത്.